ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT കെമിസ്ട്രിയിൽ നിന്നുള്ള 5ാമത്തെ ചാപ്റ്റർ രാസഗതികം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. രാസഗതികം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചിത്രം കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഇന്നെന്താ കറി നല്ല മണം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കറിയുടെ വിശേഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലെ അടുക്കള ഒരു രസതന്ത്രശാലയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിരവധി ഭൗതിക രാസമാറ്റങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രക്രിയകളെ ഭൗതിക മാറ്റങ്ങൾ, രാസമാറ്റങ്ങൾ എന്നിങ്ങനെ വർഗീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമുകൾക്ക് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നൊരു പാർട്ടാണ് ഈ ഒരു പാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ പ്രക്രിയ തന്നിട്ടുണ്ട്. ആ പ്രക്രിയ ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ എന്ന് നമ്മൾ കണ്ടെത്തണം. ഐസ് ഉരുകുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ് അല്ലേ? ഐസ് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഭൗതിക മാറ്റമാണ് ഐസ് ഉരുകുന്നത്. ഇനി വിറക് കത്തിച്ച് ആരമാകുമല്ലേ? അവിടെ രാസമാറ്റമാണ് നടക്കുന്നത്. അവിടെ വിറക് കത്തുന്നത് എന്താണ്? രാസമാറ്റമാണ്. ഇനിയോ പാൽ തൈരാകുന്നത് എന്താണ്? പാൽ തൈരാകുന്നത് രാസമാറ്റമാണ്. രാസമാറ്റം. തിരിച്ച് തൈരാകുന്ന പാലിനെ പിന്നെ നമുക്ക് പാലാക്കാൻ സാധിക്കുകയില്ല. പഞ്ചസാര ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പഞ്ചസാര ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് എന്താണ്? രാസമാറ്റമാണ്. രാസമാറ്റം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഭൗതിക മാറ്റമാണ്. തിളച്ച വെള്ളം മാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് എന്തായിട്ട് മാറും? ജലമായിട്ട് മാറും, വെള്ളമാവും അല്ലേ? അപ്പോൾ അതെന്താണ്? ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഭൗതിക മാറ്റം, രാസമാറ്റം എന്ന് പറയുന്നത്. രാസപ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും നിത്യജീവിതത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ രാസപ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ സാങ്കേതിക വിദ്യ നടത്തുന്നത്, അതുപോലെ തന്നെ സംസ്കാരം, നിത്യജീവിതം, ഇതിലൊക്കെ എന്തുണ്ട്? രാസപ്രവർത്തനങ്ങളുണ്ട്. ഇന്ധനങ്ങൾ കത്തിക്കുക, അയണിൻ്റെ സ്മെൽറ്റിങ്, ഗ്ലാസും മൺപാത്രങ്ങളും നിർമ്മിക്കുക, വൈൻ, ചീസ് എന്നിവ തയ്യാറാക്കുക തുടങ്ങിയ രാസപ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അറിയപ്പെടുന്നവയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? ഇന്ധനങ്ങൾ കത്തിക്കുന്നത് രാസപ്രവർത്തനമാണ്. അയണിൻ്റെ സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത് രാസപ്രവർത്തനമാണ്. ഗ്ലാസും മൺപാത്രങ്ങളും നിർമ്മിക്കുന്നത്, അതുപോലെ വൈന്, പിന്നെന്താണ് ചീസ് എന്നിവ തയ്യാറാക്കുന്നതൊക്കെ എന്തിനുദാഹരണമാണ്? രാസപ്രവർത്തനങ്ങളാണ്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി അറിയപ്പെടുന്നവയാണ്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രങ്ങളിലും ജീവജാലങ്ങളിലും സംഭവിക്കുന്ന സങ്കീർണമായ പ്രക്രിയകളിൽ നിരവധി രാസപ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഭൗമോപരിതലത്തിൽ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? രാസപ്രവർത്തനമുണ്ട്. സമുദ്രത്തിലും ജീവജാലങ്ങളിലും ഒക്കെ എന്തുണ്ട്? സങ്കീർണമായ പ്രക്രിയകളിൽ നിരവധി രാസപ്രവർത്തനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇവയൊക്കെ എന്താണ്? ഈ ഒരു ജീവജാലങ്ങളിലും സംഭവിക്കുന്ന സങ്കീർണമായ പ്രക്രിയകളിൽ രാസപ്രവർത്തനമുണ്ടെന്നാണ് പറയുന്നത്. ഒന്നോ അതിലധികമോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റമാണ് രാസമാറ്റമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ രാസമാറ്റമെന്ന് പറഞ്ഞാൽ? രാസമാറ്റമെന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ എന്ത് ചെയ്യുന്നു? ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാസമാറ്റം എന്ന് പറയുന്നത്. കൂടാതെ രാസമാറ്റത്തിനോടനുബന്ധിച്ച് ഊർജമാറ്റവും സംഭവിക്കുന്നു. അപ്പോൾ രാസമാറ്റം മാത്രമല്ല, അവിടെ എന്തുകൂടിയുണ്ട്? ഊർജമാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്. രാസപ്രവർത്തനങ്ങളോടനുബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്
ചില പരീക്ഷണങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. അതിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ടെസ്റ്റ് ട്യൂബൊക്കെ തന്നിട്ടുണ്ട്. ആ ടെസ്റ്റ് ട്യൂബിലൂടെ നമ്മൾ പരീക്ഷണം നടത്തുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു സ്പാച്ചുലയിൽ കുറച്ച് പഞ്ചസാര എടുത്ത്, അപ്പോൾ പഞ്ചസാര എന്നതിൻ്റെ രാസനാമം ഇവിടെ തന്നിട്ടുണ്ട്. C12, H22, O11, C12, H22, O11. അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പഞ്ചസാരയുടെ രാസസൂത്രം എന്ന് പറയുന്നത്. പഞ്ചസാരയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ സ്പാച്ചുലയിൽ എന്ത് ചെയ്യുക, കുറച്ച് പഞ്ചസാര എടുത്ത് ബെൻസൺ ബർണറിൽ ചൂടാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഞ്ചസാര എടുത്തിട്ട് ബെൻസൺ ബർണറിൽ ചൂടാക്കണം. അപ്പോൾ ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ നിറം എന്താണ്? അപ്പോൾ ദാ ഇവിടെ തന്നിട്ടുണ്ട്. ദാ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഇവിടെ ഒരു സ്പാച്ചുലയിൽ കുറച്ച് പഞ്ചസാര എടുത്ത് ബെൻസൺ ബർണറിൽ ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പഞ്ചസാര, ഇവിടെ പഞ്ചസാരയുടെ രാസസൂത്രം നമുക്ക് തന്നിട്ടുണ്ട്. പഞ്ചസാരയുടെ രാസസൂത്രം എന്താണ്? C12, H22, O11. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവ 3 അടങ്ങിയതാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പാച്ചുലയിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിനെ ബെൻസൺ ബർണറിൽ ചൂടാക്കും. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ നിറം എന്താണ്? അപ്പോൾ പഞ്ചസാര ചൂടാക്കിയാൽ നമുക്കറിയാം ആദ്യം കിട്ടുന്ന നിറം എന്താണ്? ഒരു ബ്രൗൺ കളറാവും അല്ലേ. പിന്നീട് അത് എന്ത് നിറത്തിൽ കാണപ്പെടും? ഒരു കറുത്ത നിറത്തിൽ കാണപ്പെടും. അപ്പോൾ പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന നിറം എന്താണ്? കറുപ്പ് നിറമല്ലേ? അതെ, കറുപ്പ് നിറം. വെള്ള പഞ്ചസാരയ്ക്ക് എന്ത് നിറം ഉണ്ടാകും? അത് കറുപ്പ് നിറത്തിൽ കാണപ്പെടും. അടുത്ത രണ്ടാമത്തെ പരീക്ഷണം, ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം കാർബണേറ്റ് എടുക്കുക. അതിലേക്ക് 2-3 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ചേർക്കുക. നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ആ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം കാർബണേറ്റ് എന്ത് ചെയ്യുക, ചേർക്കുക. അങ്ങനെ സോഡിയം കാർബണേറ്റ് ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റിയത്? എന്താണ് നമ്മൾ കണ്ട നിരീക്ഷണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ കുമിളകൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. കുമിളകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ Na2CO3, അതായത് സോഡിയം കാർബണേറ്റ്. ഈ സോഡിയം കാർബണേറ്റ് Na2CO3, ഈ സോഡിയം കാർബണേറ്റ് CO3. അപ്പോൾ സോഡിയം കാർബണേറ്റ് പ്ലസ് ആരൊക്കെയാ? സോഡിയം കാർബണേറ്റ് പ്ലസ് HCl, ഇവർ രണ്ടുപേരും കൂടി പ്രവർത്തിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 2NaCl. അതായത് ഇവിടെ സോഡിയം ക്ലോറൈഡ് പ്ലസ് എന്തുണ്ടാകുന്നു? പ്ലസ് CO2 ഉണ്ടാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ H2O പ്ലസ് H2O ജലവും കൂടി ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ നമുക്ക് എന്ത് മാറ്റം നോക്കാം? ഇവിടെ കാണുന്നത് കുമിളകൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കുമിളകൾ ഉണ്ടാകുന്നു. ആ പരീക്ഷണത്തിൽ ഇവിടെയാണ് പരീക്ഷണത്തിൽ എന്തുണ്ടാകുന്നു? കുമിളകൾ കാണാൻ സാധിക്കുന്നു. അടുത്തൊരു പരീക്ഷണം, ഒരു ടെസ്റ്റ് ട്യൂബിലെ 2-3 മില്ലി ലെഡ് അസറ്റേറ്റ് ലായനിയിലേക്ക് നമ്മൾ 2-3 മില്ലി പൊട്ടാസ്യം അയോഡൈഡ് ചേർക്കുക. അപ്പോൾ ഈ പൊട്ടാസ്യം അയോഡൈഡ് ലായനി ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മളിപ്പോൾ 2-3 മില്ലി എന്തെടുത്തു? ലെഡ് അസറ്റേറ്റ് എടുത്തു. ലെഡ് അസറ്റേറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടാസ്യം 2-3 മില്ലി പൊട്ടാസ്യം അയോഡൈഡ് ലായനി ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്താ കാണാൻ പറ്റുന്നത്? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലഭിച്ച ഉൽപ്പന്നം
ടെസ്റ്റ് ട്യൂബിൽ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? അപ്പോൾ ലഭിച്ച ഉൽപ്പന്നം ടെസ്റ്റ് ട്യൂബിൻ്റെ ഏത് ഭാഗത്താണ്? ഈ ഭാഗത്തല്ലേ, അപ്പോൾ താഴ്ഭാഗത്താണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് അതിൻ്റെ നിറം എന്താണ്? അതിൻ്റെ നിറം എന്ത് നിറമാണ്? മഞ്ഞ നിറമാണ് അല്ലേ, മഞ്ഞ നിറമാണ്. അടുത്ത ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് അയൺ സൾഫൈഡ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അയൺ സൾഫൈഡ് FeS എടുക്കുക. അയൺ സൾഫൈഡ് എടുത്തു. അതിലേക്ക് നമ്മൾ 2-3 ml എന്ത് ചെയ്തു? 2-3 മില്ലി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് HCl എന്ത് ചെയ്യുക? ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്തിട്ട് നമ്മളിതിനെ ചൂടാക്കണം. അപ്പോൾ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം പരിചിതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് ഹൈഡ്രജൻ സൾഫൈഡാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഗന്ധം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഗന്ധമാണ്? ചീഞ്ഞ മുട്ടയുടെ ഗന്ധമാണ് അല്ലേ, ചീഞ്ഞ മുട്ടയുടെ ഗന്ധമാണ്. അപ്പോൾ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ളതാണ് ആര്? ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഗന്ധം എന്തിൻ്റെ ഗന്ധമാണ്? എങ്ങനെയുള്ള ഗന്ധമാണ്? ചീഞ്ഞ മുട്ടയുടെ ഗന്ധമാണ്. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പരീക്ഷണം 1 എന്താ പറഞ്ഞത്? പരീക്ഷണം 1 നമ്മൾ രാസമാറ്റം തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അവിടെ നടന്ന രാസമാറ്റം പഞ്ചസാരയ്ക്ക് നിറവ്യത്യാസമുണ്ടായി അല്ലേ, നിറവ്യത്യാസമുണ്ടായി. ഇനി രണ്ടാമത്തേൽ എന്താ നമ്മൾ കണ്ടത്? രണ്ടാമത് നമ്മൾ പരീക്ഷണം നടത്തിയപ്പോൾ അവിടെ എന്താണ് കണ്ടത്? നമ്മൾ പറഞ്ഞു ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർത്തപ്പോൾ അവിടെ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ കുമിളകൾ ഉണ്ടായി, കുമിളകൾ. അപ്പം നമുക്കവിടെ പറഞ്ഞൂടെ കുമിളകൾ ഉണ്ടായി. ഇനി മൂന്നാമതായിട്ട് എന്താണ്? നമ്മൾ മൂന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ലെഡ് അസറ്റേറ്റും അതുപോലെ ലെഡ് അസറ്റേറ്റ് ലായനി, അതുപോലെ അതിലേക്ക് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ലായനി 2-3 ml വീതം ഇത് രണ്ടും കൂടി ചേർത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ ലഭിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മൾ അവയിൽ എന്താ അവിടെ കണ്ടത്? അവിടെ കണ്ടത് ഒരു ഏറ്റവും അടിയിലായിട്ട് ഒരു ഒരു മഞ്ഞ നിറത്തിലുള്ള അവക്ഷിപ്തമുണ്ടായതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത 4ാമത്തെ പരീക്ഷണത്തിൽ നമുക്ക് എന്താണ്? അവിടെ ഗന്ധമാണല്ലേ, ചീഞ്ഞ മുട്ടയുടെ ഗന്ധമാണ് നമുക്കവിടെ ആ പരീക്ഷണത്തിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മുടെ പട്ടിക നമ്മൾ പൂർത്തിയാക്കി. ഇനി നമ്മൾ പറയുന്നത് വിവിധ തരം രാസപ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. വിവിധ തരം രാസപ്രവർത്തനങ്ങളുടെ ഫലമായി നിറവ്യത്യാസത്തിൻ്റെയോ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകത്തിൻ്റെയോ അനുഭവപ്പെടുന്ന ഗന്ധത്തിൻ്റെയോ അവക്ഷിപ്തപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെയോ അടിസ്ഥാനത്തിൽ രാസമാറ്റം തിരിച്ചറിയാനാകുമെന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ പഠിച്ചു എന്താണ്? നമുക്ക് ആദ്യം കണ്ടപ്പോൾ നമ്മൾ ആ രാസപ്രവർത്തനം ആദ്യം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? നിറവ്യത്യാസമുണ്ടായി. അങ്ങനെ നിറവ്യത്യാസത്തിൻ്റെയോ ഇനി സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകത്തിൻ്റെയോ, അപ്പോൾ അവിടെ കുമിളകളുണ്ടായി, അവിടെ ഒരു വാതകമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അനുഭവപ്പെടുന്ന ഗന്ധത്തിൻ്റെയോ അതുപോലെ അവക്ഷിപ്തപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെയോ അടിസ്ഥാനത്തിൽ എന്തുണ്ടാകും? രാസമാറ്റം തിരിച്ചറിയാനാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാസപ്രവർത്തനങ്ങളെ എങ്ങനെയെല്ലാം വർഗീകരിക്കാൻ കഴിയുമെന്ന് നോക്കാമെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഉൽപ്പന്നം നമ്മളിങ്ങനെ ഓരോന്നും പ്രവർത്തനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാസപ്രവർത്തനങ്ങളെ വർഗീകരിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ബീക്കറിൽ കുറച്ച് നീറ്റ് കക്ക എടുക്കുക. കാൽസ്യം ഓക്സൈഡ് നീറ്റ് കക്ക നമ്മൾ എന്ത് ചെയ്തു? എടുത്തു. അതിലേക്ക് കുറച്ച് ജലം ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ജലം H2O നമ്മൾ ഒഴിച്ചു. അപ്പോഴോ ബീക്കറിൻ്റെ പുറത്ത് തൊട്ട് നോക്കുക. എന്താണ് നിരീക്ഷണം? നമ്മൾ ബീക്കറിൻ്റെ പുറത്ത് തൊട്ട് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമുക്ക് അവിടെ ചൂട് അനുഭവപ്പെടും അല്ലേ. ഇവിടെ കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന സംയുക്തമാണ്. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച് അപ്പോൾ എന്താണ്? കാൽസ്യം ഓക്സൈഡ് നമ്മുടെ CaO+ എന്താണ്? H2O. അപ്പോൾ ഗിവ്സ് എന്താ കിട്ടുന്നത്? CaO
OH2 കിട്ടും, CaOH2. ഇതാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സംയുക്തം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇനി കൂടാതെ ഇതൊരു താപമോചക പ്രവർത്തനവുമാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? ഒരു താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ അവിടെ ചൂട് ഉണ്ടാകുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു താപമോചക പ്രവർത്തനമാണെന്ന് പറയാം. പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞായിരുന്നു. എന്താണ് നമ്മൾ എഴുതിയത്? എങ്ങനെയാ? നമ്മുടെ CaO കാൽസ്യം ഓക്സൈഡ് പ്ലസ് H2O ഗിവ്സ് നമുക്ക് എന്താ കിട്ടുന്നത്? Ca അപ്പോൾ ഇവിടെ CaOH2 ആണ് നമുക്ക് കിട്ടുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് എഴുതി നോക്കുക. അപ്പം മറ്റൊരു രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ചുവടെ നൽകിയിരിക്കുന്നത് പരിശോധിക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നൈട്രജൻ N2+3H2 നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? 2NH3 അതായത് അമോണിയ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പരീക്ഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നൈട്രജനും ഹൈഡ്രജനും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അമോണിയ കിട്ടും. അപ്പം നമുക്ക് നോക്കാം ഈ പ്രവർത്തനത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങളാണ് സംയോജിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? നൈട്രജൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഇവ രണ്ടും കൂടി സംയോജിച്ച് നമുക്ക് എന്ത് കിട്ടും? പ്രവർത്തന ഫലമായി ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? 2NH3 അല്ലേ? അമോണിയ അല്ലേ കിട്ടിയത്? ആണ്. ഇനി മറ്റൊരു പ്രവർത്തനം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇവിടെ 2SO2 അതുപോലെ പ്ലസ് O2 ഗിവ്സ് 2SO3 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഈ ഒരു പരീക്ഷണമാണ്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന അതൊന്ന് വായിക്കാം. രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ. അപ്പോൾ ഇവിടെ 2 അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സൾഫർ ഓക്സൈഡ് തന്നിട്ടുണ്ട്, ഓക്സിജൻ തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെയാണ് പ്രവർത്തിച്ചത് 2SO3 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്? രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നു. അപ്പോൾ എന്താ സംയോജന രാസപ്രവർത്തനം? അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട രാസപ്രവർത്തനം എങ്ങനെയുള്ള രാസപ്രവർത്തനമാണ്? സംയോജന രാസപ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് നമുക്ക് എന്ത് കിട്ടി? അമോണിയ കിട്ടി. അതെന്ത് രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്? സംയോജക രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മുടെ കാൽസ്യവും ഓക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു. അതും സംയോജക രാസപ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ സംയോജിച്ചൊരു പുതിയ സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ എന്തെന്ന് പറയുന്നു? സംയോജന രാസപ്രവർത്തനം എന്നാണ് പറയുന്നത്. സംയോജന രാസപ്രവർത്തനത്തിന് കൂടുതൽ ഉദാഹരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 3 ഗ്രാം അമോണിയം ഡൈക്രോമേറ്റ് എടുത്ത് ഫ്ലാസ്കിൻ്റെ വായ്ഭാഗം പഞ്ഞി കൊണ്ട് അടച്ചതിന് ശേഷം ചൂടാക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമുക്കിവിടെ തന്നിരിക്കുന്ന പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക. ആ കോണിക്കൽ ഫ്ലാസ്കിൽ എന്ത് ചെയ്യണം? ഒരു 3 ഗ്രാം അമോണിയം ഡൈക്രോമേറ്റ് എടുത്ത് ഫ്ലാസ്കിൻ്റെ വായ്ഭാഗം പഞ്ഞി കൊണ്ട് അടച്ചിട്ട് അതിനെ ചൂടാക്കണം. അപ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്? അമോണിയം ഡൈക്രോമേറ്റ് താപീയ വിഘടനത്തിന് വിധേയമാകുന്നു. അപ്പം അത് താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ക്രോമിയം ട്രൈ ഓക്സൈഡ് അതുപോലെ ജലബാഷ്പം നൈട്രജൻ എന്നീ പദാർത്ഥങ്ങളായി മാറുന്നു. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ഒരൊറ്റ സംയുക്തമാണ് എടുത്തത് അല്ലേ? ഏതാ സംയുക്തം? ആ സംയുക്തത്തിൻ്റെ പേരെന്താണ്? നമ്മുടെ അമോണിയം ഡൈക്രോമേറ്റ് അതായത് NH4 Cr2O2 എന്ന് പറയുന്ന ആ ഒരു രാസസൂത്രമുള്ള അമോണിയം ഡൈക്രോമേറ്റ് നമ്മൾ എടുത്തു.
എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ചൂടാക്കി, വായും ഭാഗമൊക്കെ അടച്ച് വെച്ചിട്ട് പഞ്ഞി കൊണ്ട് അടച്ച് ചൂടാക്കി. അപ്പോൾ നമ്മൾ കണ്ടതാണ് അമോണിയം ഡൈക്രോമേറ്റ് താപീയ വിഘടനത്തിന് വിധേയമായി അവിടെ എന്തൊക്കെയുണ്ട്, ക്രോമിയം ഡയോക്സൈഡ് നമുക്ക് ലഭിച്ചു. ട്രൈ ഓക്സൈഡാണ്, ക്രോമിയം ട്രൈ ഓക്സൈഡും പിന്നെ എന്തുവാ കിട്ടിയത്, അതായത് CR2O3 ലഭിച്ചു. അതാണ് ക്രോമിയം ട്രൈ ഓക്സൈഡ്. ഒപ്പം ജലമുണ്ടായി, പിന്നെന്താണ്, ഒപ്പം നൈട്രജൻ കൂടി നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് അവിടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ പദാർത്ഥങ്ങളായിട്ടാണ് അവിടെ മാറിയത്. അപ്പം നമുക്ക് പറഞ്ഞൂടെ, അതിൻ്റെ പരീക്ഷണം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, NH4 2Cr2O7 gives CR2O3 എന്താണ് +4H2O +N2. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ 3 സംഭവങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കവിടെ എന്തൊക്കെ കിട്ടും, ക്രോമിയം ട്രയോക്സൈഡ്, ഇത് ക്രോമിയം ട്രയോക്സൈഡ്. പിന്നെന്താ കിട്ടും, ജലബാഷ്പം ലഭിച്ചു. അതുപോലെ ഇവിടെ എന്താണ്, നൈട്രജൻ. ഈ 3 പദാർത്ഥങ്ങൾ കിട്ടി. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2-3 രാസപ്രവർത്തനം തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സംയുക്തം വിഘടിച്ച് എന്തുണ്ടാകുന്നു, ഇവിടെ ഇത് 3 സംയുക്തങ്ങളായിട്ട് മാറുന്നു. അതേപോലെ തന്നെ ഇവിടെ ഇതും എന്ത് ചെയ്തു, വിഘടിച്ച് ഇത് ഓരോ സംയുക്തങ്ങളും ഈ CaCO3 വിഘടിച്ച് CaOയും +CO2 മാറുന്നു. അതുപോലെ 2Pb പിന്നെ ലെഡാണ് കേട്ടോ. അപ്പോൾ അത് വിഘടിച്ച് 2PbO 4NO2 +O2 ആയിട്ട് മാറുന്നു. അപ്പോൾ വിഘടനത്തിന് വിധേയമായ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്, ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ലഭിച്ച ഉൽപ്പന്നങ്ങൾ കണ്ടോ, ലഭിച്ചത് 3 ഐറ്റം. ഒരു സംയുക്തം വിഘടിച്ചു 3 കിട്ടി. അതുപോലെ അടുത്ത സംയുക്തവും വിഘടിച്ച് 2 നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു സംയുക്തം വിഘടിച്ച് 2 അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് വിഘടന രാസപ്രവർത്തനം. അപ്പോൾ ഒരു സംയുക്തം വിഘടിച്ച് 2 അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് പറയും, വിഘടന രാസപ്രവർത്തനം എന്നാണ് പറയുന്നത്. വിഘടന രാസപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് കോപ്പർ കാർബണേറ്റ് എടുത്ത് ചൂടാക്കുക. എന്ത് മാറ്റമാണ് നിരീക്ഷിച്ചത്, ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം, രാസപ്രവർത്തനത്തിന് സമീകരിച്ച രാസസമവാക്യം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ CuCO3 അപ്പോൾ നമ്മൾ കോപ്പർ കാർബണേറ്റ് CuCO3 കോപ്പർ കാർബണേറ്റ് ആണ് നമ്മൾ ചൂടാക്കിയത് അല്ലേ. അപ്പോൾ CuCO3 ചൂടാക്കിയാൽ നമുക്ക് എന്തൊക്കെ കിട്ടും, CO3 ഗിവ്സ് എന്തൊക്കെയാണ്, CuOയും കിട്ടും. അതായത് നമ്മുടെ കോപ്പർ ഓക്സൈഡ്, അതാണ് CuO എന്ന് പറയുന്നത്, കോപ്പർ ഓക്സൈഡ് +O2. അവിടെ എന്തുകൂടി കിട്ടും, ഓക്സിജൻ കൂടി കിട്ടും. അപ്പോൾ CuCO3 ചൂടാക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, CuOയും അതായത് കോപ്പർ ഓക്സൈഡും ഒപ്പം ഓക്സിജനും ലഭിക്കുന്നു. അപ്പോൾ നമ്മളൊരു ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ കോപ്പർ കാർബണേറ്റ് ചൂടാക്കിയപ്പോൾ നമുക്ക് എന്ത് മാറ്റമാണ് അവിടെ കിട്ടിയത്, അതൊരു പച്ച നിറത്തിലുള്ള സംയുക്തമാണ് നമ്മുടെ CuCO3 എന്ന് പറയുന്നത്. പച്ച നിറത്തിലുള്ള ഒരു സംയുക്തമാണ് കേട്ടോ ഈ കോപ്പർ കാർബണേറ്റ് എന്ന് പറയുന്നത്. കോപ്പർ കാർബണേറ്റ് ചൂടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, അവിടെ വരുന്ന മാറ്റം എന്താണ്, അവിടെ ലഭിച്ച ഉൽപ്പന്നം എന്താണ്, നമുക്ക് CuO അതായത് കോപ്പർ ഓക്സൈഡ് ലഭിച്ചു. ഒപ്പം എന്താണ്, ഓക്സിജനും കൂടി ലഭിച്ചു. അപ്പോൾ ഈ ഒരു രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം നമ്മൾ എഴുതി, അതാണിതാ ഈ കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു നമ്മുടെ സംയുക്തത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ പറയാതെ വിട്ടുപോയതാണ്. എന്താണ്, ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങൾ പരിശോധിക്കുക. ഇതും എന്താണ്, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ എന്തിനുദാഹരണമാണ്, വിഘടന രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏതാണ്, നമ്മൾ 2PbNO3 2 എന്ന് പറയുമ്പോൾ അത് എന്താണ്, ലെഡ്
നൈട്രേറ്റ് ആണ്, ലെഡ് നൈട്രേറ്റ്. അപ്പോൾ ഈ ലെഡ് നൈട്രേറ്റ് ഒപ്പം ലെഡ് ഓക്സൈഡും ലെഡ് നൈട്രേറ്റും കൂടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ലെഡ് ഓക്സൈഡ്, അതുപോലെ ഇവ രണ്ടും പ്രവർത്തിക്കും, പ്ലസ് നൈട്രജൻ ഓക്സൈഡ്. ഇവിടെ എന്താണ്? നൈട്രജൻ ഓക്സൈഡ് പ്ലസ് O2 അതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ലെഡ് നൈട്രേറ്റും ലെഡ് ഓക്സൈഡും ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ലെഡ് നൈട്രേറ്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? അത് ഗിവ്സ് എന്തൊക്കെ തരും നമുക്ക്? അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ആ ഒരു രാസസമവാക്യമാണ് അവിടെ തന്നിരിക്കുന്നത്. 2Pb NO3 ഗിവ്സ് എന്തൊക്കെയാ? 2PbO, അതായത് ലെഡ് ഓക്സൈഡ്. 2PbO എന്ന് പറയുന്ന ലെഡ് ഓക്സൈഡാണ്. ലെഡ് ഓക്സൈഡ് പ്ലസ് എന്താണ്? നൈട്രജൻ ഓക്സൈഡ് 4NO2 കിട്ടും, നൈട്രജൻ ഓക്സൈഡ് കിട്ടും. പ്ലസ് ആര് കൂടി വരും? ഓക്സിജൻ കൂടി ലഭിക്കും. അതാണ് അവിടുത്തെ രാസസമവാക്യം. ഇനി അടുത്തൊരു രാസസമവാക്യം ഉണ്ടായിരുന്നല്ലോ, ഏതാണ്? നമ്മുടെ CaCO3. ആരാത്? കാൽസ്യം കാർബണേറ്റ്. CaCO3 കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ സംയുക്തം വിഘടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഇത് രണ്ടും കൂടി വിഘടിച്ച് നമുക്ക് 2 സംയുക്തം കിട്ടുന്നുണ്ട്. ഏതൊക്കെയാ? CaO കാൽസ്യം ഓക്സൈഡ്, CaOയും കിട്ടുന്നുണ്ട്, കാൽസ്യം ഓക്സൈഡും കിട്ടുന്നുണ്ട്. ഒപ്പം എന്തുകൂടി കിട്ടുന്നുണ്ട്? കാൽസ്യം CO2 കൂടി, കാർബൺ ഡൈ ഓക്സൈഡും കൂടി കിട്ടുന്നുണ്ട്. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ അപ്പോൾ ഇനി നമുക്ക് വാഹനങ്ങളിലെ എയർ ബാഗ് വിടരുന്നതിൻ്റെ രസതന്ത്രമാണ് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.